ഹായ്, യുഎന്റെ ഔട്ട്സൈഡ് ഉള്ള ഒരു വ്യക്തി, അതായത് ഇന്ത്യയിലും മറ്റും വിസക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അത് എന്തെങ്കിലും കാരണവശാൽ പെൻഡിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വിസക്ക് എന്നല്ല വേറെ ഒരു വിസക്കും വരാൻ പറ്റത്തില്ല. ഇതിലും മനസ്സിലായോ? ഇല്ലല്ലേ? പറഞ്ഞുതരാം. അതായത് രമണ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വിസിറ്റ് വിസക്കോ ജോബ് സീക്കർ വിസക്കോ വേണ്ടി അപ്ലൈ ചെയ്ത് അത് എന്തെങ്കിലും കാരണവശാൽ പെൻഡിങ് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ വിസിറ്റ് റിക്വയർഡ് അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് ക്യാൻസൽ ആക്കാണ്ട് വേറൊരു വിസിറ്റ് വിസയ്ക്കോ അല്ലെങ്കിൽ വേറൊരു ഫയൽ ഓപ്പൺ ചെയ്ത് വരാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇതിപ്പോ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എമിഗ്രേഷനിൽ ഡയറക്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഔട്ട്സൈഡ് ഉള്ള ഒരു വ്യക്തി എമിഗ്രേഷനിൽ വിസിറ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ, അതായത് GDRF സൈറ്റ് ഉപയോഗിച്ചിട്ട് അവർക്ക് ഡയറക്റ്റ് വീഡിയോ കോൾ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പുള്ളിയുടെ ഈ ഔട്ട്സൈഡ് ഉള്ള വ്യക്തിയുടെ ബ്ലഡ് റിലേഷൻ ഉള്ള ആരെങ്കിലും ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വിസിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊന്നും ഇപ്പൊ സാധിച്ചിട്ടില്ലെങ്കിൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മെയിലിലോട്ട് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ചെയ്യണവരെ വെയിറ്റ് ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. വിസിറ്റ് വിസയിലോ മറ്റും വരാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബൈ.